ഗൈസ്, ഞാൻ എൻ്റെ കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോണ വ്ളോഗാണ് നിങ്ങൾ ഇപ്പം കാണാൻ പോണത്. ഭക്ഷണമൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് പല്ല് തേച്ചിട്ടാകുന്ന കാര്യം ഓർമ്മയാണ്. അപ്പം നമുക്ക് പല്ലേക്ക് ഇപ്പോൾ സമയം 4:30. അപ്പം ഇവിടെ ആരും നീറ്റിട്ടില്ല. അപ്പം നമുക്ക് തന്നെ വേഗം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാക്കാം. അധികം സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ തട്ടിക്കൂട്ടി എന്തൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചിട്ട് പോവാം. അപ്പം ടൈം എത്ര വെച്ചാൽ 35-40 ആവാനായി. അങ്ങനെ രാവിലെ ആരെയും എണീപ്പിക്കാണ്ട് ഞാൻ തന്നെ ഒറ്റക്ക് നീറ്റ് പഴമൊക്കെ വാട്ടി കഴിച്ച് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ പാലക്കാടിലേക്ക് പോകട്ടോ. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്കും പെരിന്തൽമണ്ണ എത്തി. പിന്നെ ഇനി ഞാൻ പാലക്കാട് ബസ് വരാൻ വേണ്ടി കാത്തിക്കാട്ടോ. കുറേ ബസ് വന്നു, പക്ഷെ ഒന്നിൽ സീറ്റിലേനി. അപ്പോൾ ഞാൻ സീറ്റ് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ബസ് വന്നു. പിന്നെ ബസ്സിൽ കയറി നേരെ പാലക്കാടിലേക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരു 2-3 ആഴ്ച മുമ്പ് കണ്ടിട്ടേ ഉള്ളൂ. എന്നാലും കോളേജിലോട്ട് പോയിട്ട് ഒരു 2-3 മാസമൊക്കെ ആയി. എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇനി ഒരു ബസ്സും കൂടി കയറാണ്ട്. ആ ബസ് കയറാണ്ട് ഞാൻ എന്താക്കി പൈസ കൊടുത്ത് ഓട്ടോറിക്ഷ കയറിയിട്ട് എൻ്റെ ഹോസ്റ്റലുണ്ടായിരുന്ന ജൂനിയേഴ്സ് ആയ ഡയനെയും സനിഷനെയും കീർത്തനെയും ഒക്കെ കാണാൻ വേണ്ടി ഓടി പോവാട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. കാരണം ഓരോടൊന്നും ഞാൻ വരുന്ന കാര്യം മാറിയിട്ടില്ല. അപ്പോൾ ഓരൊക്കെ എന്തായാലും കാണുമ്പോൾ ഞെട്ടുന്നുള്ള കാര്യം എനിക്ക് അത്ര ഉറപ്പാണ്. ഗൈസ്, ഇപ്പം ഞാൻ പോണത് എൻ്റെ സനിഷനെയും ഡയനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ വഴി എനിക്കറിയില്ല. വഴി നമ്മൾ പോയി കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് എനിക്ക് ഈ വഴി പോയിട്ട് എന്തോ ഒരു കുറച്ച് ഏകദേശം ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോയി നോക്കിയിട്ട് അവരുടെ റിയാക്ഷൻ കാണാം. ഞാൻ ഒന്ന് വരുന്നത് ഞാൻ ഒരിടത്തൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിടത്ത് പറയാതെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓടിപ്പിടിച്ച് ഇനി ബസ്സിന് വന്നാൽ അപ്പോഴത്തേക്കും ഒരു കോളേജിൽ പോകാനാവില്ല വിചാരിച്ചിട്ട് ഞാൻ വേഗം ഓട്ടോറിക്ഷ ഒക്കെ കൊടുത്ത് വന്നതാണ്. പിന്നെ ഓർക്ക് ഞാൻ ഒരു ചെറിയ പൊതിയൊക്കെ വാങ്ങിയിട്ട് നുറുക്കും അച്ചപ്പൊക്കെ ആയിട്ടില്ല. നമുക്ക് അവരടുത്ത് പോയിട്ട് അവരുടെ റിയാക്ഷൻ ഒക്കെ. ഇപ്പോൾ കോളേജിൽ പോകാൻ ചിലപ്പോൾ കോളേജിൽ പോകാൻ മാറ്റി വയ്ക്കും, അല്ല അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും. 1 മണിക്കൂറൊക്കെ ഉണ്ട് ഇനി ക്ലാസ് തുടങ്ങാൻ. എന്തെല്ലാം നമുക്ക് പോയി നോക്കാം. ഇതിലൊക്കെ തന്നെയാണ് വഴി. കുറേ കാലത്തിന് ശേഷം നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോഴൊരു സന്തോഷമുണ്ട്. അത് അടിപൊളിയാണ്. അവിടെ മേലെ ആരോ ഉണ്ട്. സർപ്രൈസ് അല്ല, അപ്പോൾ കോളാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഹായ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി വന്നു. നിങ്ങളുടെ സിനിമന്റെ പേര് ആഘോഷം തന്നെ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ. ഡയനുള്ള സീൻ ഒരു കട്ട് ചെയ്താണ് പറഞ്ഞത്. ഒരു നടക്കണ സീൻ ഉണ്ട്. ആ നടക്കണ സീനിൽ കട്ട് മുടിയൊക്കെ അങ്ങനെ സൈഡൊക്കെ ആക്കി ഞാൻ കണ്ട വീഡിയോയില്. ഞങ്ങൾ എന്റെ സെക്യൂരിറ്റി അണ്ണനെ കാണാൻ പോവുകയാണ്. ഗായ്സ്, ഹായ്, സന്തോഷമൊക്കെ. എത്ര കാലായി കണ്ടിട്ട് നിങ്ങളെ. അതെ, മിസ് ചെയ്തു. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരേണ്ടി വന്നു നിങ്ങളൊന്ന് കാണണമെങ്കിൽ. അത് ശരിയാ, പറഞ്ഞ പോലെ ഞാൻ വാങ്ങി തരൂല്ലേ 20 സർട്ടിഫിക്കറ്റ്. അത്രേ ഉള്ളൂ. ഞാൻ പോയി വാങ്ങിട്ട് വരാം. എന്നിട്ട് വരാം. ശരി. ഷൂട്ടിങ് കാണട്ടെ. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? എന്റെ വ്ളോഗിൽ വരൂട്ടോ നിങ്ങള്. വേറെ ഞാൻ കോളേജൊക്കെ കാണിക്കണ്ടേ തിരിച്ചാണ്. നമുക്ക് നമ്മുടെ വന്ന പാടെ വൃത്തിയിട്ടവള് ബാത്റൂമൊക്കെ പോണത്. ജന്തു. ഹലോ ഗൈസ്, നീണ്ട നാളുകൾക്ക് ശേഷം ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് കണ്ടുപിട്ടിരിക്കുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് കണ്ടുപിട്ടിരിക്കണം. ഈ തേങ്ങാക്കോല കൊണ്ടുപോയി പ്രിൻസിപ്പളിന് കൊടുത്തിട്ട് പ്രിൻസിപ്പളിന്റെ സൈൻ വാങ്ങണം. ഇതെന്താ ഇത് കിട്ടിയില്ലല്ലോ കേട്ടോ. ഇനി താഴെ പോയി മാറ്റി വാങ്ങിയോ. താഴെ പോയി ഇതെന്താ മറ്റേ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. കണ്ടുമുട്ടി ഗൈസ്. ഞങ്ങൾ ഇനി ഒന്നുകൂടി വരാണ്ട്, ഒരു കഷ്ണം കൂടി വരാണ്ട്. നഴ്സറിയും ടീക്കെ ഇനി എപ്പോഴായിട്ട് അറിയില്ല. ഇനി ഞങ്ങള് സൈൻ വാങ്ങണം. ഇതില് ഇന്നൊരു 100 ചടങ്ങ് 10 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് പോകണം. ഇനി ഞങ്ങൾ പ്രിൻസിപ്പളിന്റെ സൈൻ വാങ്ങിട്ട് വരാം. അറിയില്ല, കുറ്റം പറയും എല്ലാരും. അണ്ണയൊന്നും വിളിച്ചിട്ട് അണ്ണൻ ഞങ്ങളെ മിസ് ചെയ്തോ? ഞങ്ങളെ പറ്റി 2 വാക്ക് പറയോ? ഞങ്ങളെ മിസ് ചെയ്തോ? ഞങ്ങൾ അത്ര വൈബിള്. ഞങ്ങളെ പോലെ ആരും ഹായും ഗുഡ് മോർണിംഗ് പറയാറില്ലല്ലോ.
അതാണ്. അടുത്ത വാലന്റൈൻസ് ഡേക്ക് ആരെങ്കിലും പൂ തരുമോ? അതെ, ആരെങ്കിലും പൂ തരും നോക്കാം. എന്താ ചെയ്യാ, ഞാൻ അപ്പുറത്ത് പോയി വരാം. ഒന്ന് ഷൊയ്തന്റെ കോസ്റ്റ്യൂമേ ഒരു മിനിറ്റ് നിക്ക് നല്ല ഭംഗിയുണ്ട്. ഏതാണ് അതിന് ഭംഗിയുടെ ചെവിയിലിട്ടത് എന്താ? മാർഗം കളിക്ക് പോണ ഒരു കമ്മല് വള, ഇത്രയും നല്ലൊരു കോസ്റ്റ്യൂം ഇട്ടുള്ള കമ്മലിനെ പോലെ രണ്ടിലും രണ്ട് ജാതി. ഇതാണ് ഞങ്ങളുടെ മെയിൻ കോളേജ്. ദിവസമായിട്ട് കാണുമ്പോ ഞാനേ ഹോസ്റ്റസ് ഒരു വടിവുണ്ടല്ലോ നടത്തത്തിനൊക്കെ, ഒരു ഒടിഞ്ഞുള്ള നടത്താം. ഹായ് ഗൈസ്, എന്റെ അച്ഛനെ വിളിപ്പിക്കുന്നു. ഗൈസ്, നീനുവിന്റെ കൂടെ ഒരു ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നേ. ശ്വേത നേരം പോയിട്ട് നീനുവിന്റെ മാമനാണോ? നീനുവിന്റെ മാമനാണോ? പൂടിയായിരുന്നു. നമ്മൾ പ്രിൻസിപ്പലിന്റെ സൈൻ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. നീനുവിന്റെ അറിയില്ല കേട്ടോ. നീനുവിന്റെ ഓർമ്മകൾ അയവർക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച സ്ഥലമായിരുന്നു. നീനു ഒന്ന് ഓസിക്ക് ഫുഡ് കഴിച്ച സ്ഥലമായിരുന്നു ഗൈസ്. ഇത് ഇവിടെ ഉണ്ടോ ഐറ്റങ്ങള്? അല്ല ഗൈസ്, അതാണ് രോഹിത്. ക്യാരെ പോകാൻ പോകും ഗൈസ്. ഇതാണ് ഋഷി. എപ്പോ കണ്ടാലും ഓളിത് ചോദിക്കും. 2 ആഴ്ച കയറിപ്പോയി. 2 ആഴ്ചനുള്ളിൽ നമ്മൾ ലാസ്റ്റ് കണ്ടത് ജൂൺ 1-ാം തീയതി. 1-ാം തീയതി. ഇന്നിപ്പോ എത്രയായി? 22 ദിവസമായി കണ്ടിട്ട്. അത് നമുക്ക് അന്ന് പോകുമ്പോ നമുക്ക് ഇനി ടി സി കാണാൻ വരുന്നുള്ളൊരു ഹോപ്പ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് നെച്ചുവിന്റെ കല്യാണത്തിന് പോകുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എപ്പോഴാ കാണുക? അപ്പൊ ടി സി വാങ്ങാം. ഇനി എന്താ ഹോപ്പ്? ഞാൻ SNGC-യിൽ വരും. എന്റെ കൂട്ടരെ കാണാൻ ഞാൻ വരും. ബുദ്ധിമുട്ടാവില്ലേ? എന്റെ കൂട്ടരെ കാണാൻ ഞാൻ SNGC-യിൽ വരില്ലേ? ഞങ്ങൾ യുവക്ഷേത്രയിലെ അലൂമിനി ലൈഫ് ടൈം മെമ്പേഴ്സ് ആയിട്ട് ഗിന്നസ് ബുക്കിൽ കയറി പോയി. ഞങ്ങളെ മമ്മീനെ കാണട്ടെ. മമ്മീനെ കൂടി കണ്ടിട്ട് അവസാനിപ്പിക്കട്ടെ പരിപാടി. ഞങ്ങളെല്ലാരും അവസാനമായിട്ട് ഈ ഫ്ലോറിൽ ഒരുമിച്ച് നിൽക്കണത്. ഇനി നിൽക്കൂലല്ലോ. ഇനി ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ അവസാനമായിട്ട് കോളേജ് ലിഫ്റ്റിൽ ഞങ്ങൾ അവസാനമായിട്ട് കയറാൻ പോകും. ഞാൻ ചിലപ്പോ വരും, നിങ്ങളൊക്കെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും കാശത്തിന് വന്നാലും അവസാനമായിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ ഇനി എന്നാ കാണുക, ഇനി എന്നാ നീനെ കാണുക. ഈ കൊറേ വരും കോഴിക്കോട്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. 50 ചേച്ചി സമൂസക്ക് എത്ര? സ്നേഹനിധിയായ ക്ലീറ്റോ. ഗൈസ്, ഇതാണ് ക്ലീറ്റോ ജെയിംസ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ജീവിതം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഇയർ ജീവിതം ഞങ്ങളുടെ അടിപൊളിയായിരുന്നു. വൃത്തിയുടെ സ്വഭാവം എന്താ അറിയോ? മേലത്തെ നില നിന്റെ ചെരുപ്പ് താഴെ എടുത്ത് എറിയോ? എത്ര ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എടുത്തിട്ടുണ്ടെന്ന് അറിയോ? അതേപോലെ എന്റെ ബാഗ് ഒളിപ്പിച്ചു വെക്കുക, എന്റെ ID കാർഡ് ഒളിപ്പിച്ചു വെക്കുക, കണ്ണുകൊണ്ടെടുത്ത് വെക്കും. അത് ഉണ്ടാവാറുണ്ടോ? എടാ, കോളേജ് ജീവിതം കഴിഞ്ഞാടാ. ഇപ്പൊ പറഞ്ഞോളൂ. ഓളെ കല്യാണത്തിന് ആരെ വിളിക്കണോള്? റണ്ണിങ് ആൻഡ് ജമ്പിങ് ആണ് പോലും. സാന്ദ്ര ചന്ദ്രൻ. എന്താ വീട്ടുപേരാടാ? പറക്കിങ്ങൽ ഹൗസ്. അവള് കല്യാണത്തിന് ആരെ വിളിക്കില്ല, കല്യാണം ഉണ്ടാവില്ല. റണ്ണിങ് ആൻഡ് ജമ്പിങ് ആണ്. കാണട്ടെ എല്ലാരും കാണട്ടെ. റണ്ണിങ് ആൻഡ് ജമ്പിങ് ആണ് പോലും. ഇനി വ്ലോഗ് കാണുന്നവർ നിങ്ങളൊക്കെ ചോദിക്കും, നെച്ച് എവിടെ? നെച്ചിനെ കണ്ടില്ലല്ലോ. നെച്ചു നിങ്ങളൊരു മിന്നായം പോലെ ഇടയ്ക്ക് കണ്ടിനാണ്. നെച്ച് പെട്ടെന്ന് വന്ന് പോകേണ്ടി വന്നു. അതേപോലെ നീനുവിനും പെട്ടെന്ന് പോകേണ്ടി വന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഞാൻ വേഗം വീട്ടിലേക്കുള്ള KSRTC കയറി. ഈ വഴിയൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ്. കാരണം ഇനി എപ്പോഴെപ്പോഴൊന്നും പോകാൻ പറ്റില്ലല്ലോ. കാരണം കോഴിക്കോടും പാലക്കാടും അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അങ്ങോട്ട് പോകേണ്ട ആവശ്യം എനിക്ക് പൊതുവെ വരാറില്ല.
അപ്പോൾ ഈ വഴിയും ഈ അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയും മണ്ണാർക്കാടും ഈ പോയ സ്ഥലങ്ങളൊക്കെ ഭയങ്കര കുറേ മെമ്മറീസ് ഉണ്ട്. പല സ്ഥലത്തും ഇറങ്ങി ഫുഡ് കഴിച്ചു. പല സമയത്തും ഞാൻ ബസ്സിൽ പോയി വയ്യാണ്ടായി ഛർദ്ദിച്ച് കിട്ടിയ സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങി ഛർദ്ദിച്ച് അടുത്ത ബസ് കയറിപ്പോയി. അങ്ങനെ കുറേ ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പ്രാവശ്യം ട്രാഫിക്കിൽ പെട്ടുപോയതും അങ്ങനെ അവസാനം എല്ലാ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയവർക്ക് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്നാക്ക് പറഞ്ഞ പോലെ